കോഴിക്കോട് കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി തർക്കം. കോൺഗ്രസുമായുള്ള ബന്ധം ഉപേക്ഷിക്കുമെന്ന ലീഗ്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം 4 വർഷം കോൺഗ്രസിനും 1 വർഷം മുസ്ലിം ലീഗിനും എന്നതായിരുന്നു ധാരണ. കാലാവധി കഴിഞ്ഞിട്ടും പ്രസിഡന്റ് സ്ഥാനം ഒഴിയാത്തതാണ് തർക്കത്തിലേക്ക് നയിച്ചത്. മുസ്ലിം ലീഗിന് ഇതിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. 14-ാം തീയതി കോൺഗ്രസുമായി കൂരാച്ചുണ്ടിലെ എല്ലാ ബന്ധവും അവസാനിപ്പിക്കാൻ കൂരാച്ചുണ്ട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു. വിവരങ്ങളുമായി ഇംതിയാസ് കരീം ചേർന്നുണ്ട്. ഇംതിയാസ്, പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയാണ് ഈ തർക്കം ഉടനെങ്ങാനും പരിഹരിക്കാൻ സാധ്യത കാണുന്നുണ്ടോ? ജയലക്ഷ്മി, 2020 കൂരാച്ചുണ്ടിൽ UDF അധികാരത്തിലേൽക്കുന്നത് തൊട്ട് ഈ കോൺഗ്രസ് ലീഗ് ഭിന്നത അവിടെ കാലങ്ങളായിട്ട് തുടരുന്ന ഒന്നാണ് കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ. ഇതിപ്പോൾ കോഴിക്കോട്ടെ UDFന്റെ ജില്ലാ നേതാക്കളും പാണക്കാട് സാദിഖലി തങ്ങളടക്കമുള്ളവരുടെ ഒരു തീരുമാന പ്രകാരമാണ് ഇത്തരത്തിലൊരു ധാരണയിലേക്ക് എത്തിയിരുന്നത്. അതായത് പ്രസിഡന്റ് സ്ഥാനം 4 വർഷം കോൺഗ്രസിനും അവശേഷിക്കുന്ന 1 വർഷം മുസ്ലിം ലീഗിലെ പ്രതിനിധിക്കും പ്രസിഡന്റ് സ്ഥാനം കൊടുക്കാം എന്നതായിരുന്നു ആ ധാരണ. ആ ധാരണ പ്രകാരം അങ്ങനെയൊരു മിനിറ്റ്സ് അടക്കം ഉണ്ടാക്കി ഒപ്പുവെച്ച രേഖയും ഇപ്പോൾ ഈ മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും കൂരാച്ചുണ്ടിൽ ഇപ്പോൾ പോളി കാരക്കട എന്ന് പറയുന്ന കോൺഗ്രസ് അംഗമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഡിസംബർ 31 കൂടി അദ്ദേഹത്തിന്റെ കാലാവധി ഈ പറഞ്ഞത് പ്രകാരം പൂർണ്ണമാവുകയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടും ഇവർ ഈ തരത്തിൽ ആ സ്ഥാനം ഒഴിയുന്നില്ല എന്നതാണ് ഇതിൽ പരാതി. ഈ ജനുവരി ആദ്യവാരത്തിൽ തന്നെ ഇത്തരത്തിൽ ഇവർ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾ മുന്നണി ബന്ധം ഉപേക്ഷിക്കുമെന്ന ലീഗ് ഭീഷണി മുഴക്കിയിരുന്നു. അത് ആ സാഹചര്യത്തിൽ UDF നേതാക്കൾ ഇടപെട്ട ജനുവരി 5 പ്രശ്നം പരിഹരിക്കുമെന്ന ഉറപ്പ് നൽകിയിരുന്നെങ്കിലും അതൊന്നും പാലിച്ചില്ല. ദിവസങ്ങൾ കടന്നു പോകുന്നു. ഇനി ചൊവ്വാഴ്ചക്കകം ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഞങ്ങൾ പൂർണ്ണമായും കൂരാച്ചുണ്ടിലെ ലീഗ് നേതാക്കൾ കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കുമെന്നാണ് ഇപ്പോൾ ലീഗിന്റെ ഭാഗത്തു നിന്നും വരുന്ന പ്രതികരണങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ ഈ കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ UDFന് ആകെ 8 സീറ്റുകളാണുള്ളത്. ഇതിൽ 6 സീറ്റ് 6 കോൺഗ്രസും ബാക്കി 2 UDF സ്വതന്ത്രനും അതുപോലെ തന്നെ ഒരു മുസ്ലിം ലീഗ് പ്രതിനിധി എന്നിങ്ങനെയാണ് നിലനിന്ന് പോകുന്നത്. പക്ഷേ ഈ പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ ഒരു പക്ഷേ ഈ തൊട്ടപ്പുറത്ത് LDF ഉണ്ട്. ഈ മുന്നണി ബന്ധം ഉപേക്ഷിച്ച് ഇവർ എതിർപ്പാളയത്തിലേക്ക് പോകുകയാണെങ്കിൽ ഇനി UDFന് ഈ പഞ്ചായത്ത് ഭരിക്കുക എന്നത് ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന കാര്യങ്ങളിലേക്ക് എത്തുമെന്നതാണ്. അതിനപ്പുറം ഇത് കോഴിക്കോട് UDF ജില്ലാ നേതൃത്വം, അതായത് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ അടക്കമുള്ളവർക്ക് വലിയ തലവേദനയാകുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു ഘട്ടവുമാണ്. കാരണം ഈ സാദിഖലി തങ്ങളുടെ അതുപോലെ തന്നെ കോഴിക്കോട് UDFന് ജില്ലാ നേതാക്കളുടെയൊക്കെ ഒരു കൂട്ടമായ തീരുമാന പ്രകാരമാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മലപ്പുറത്തെ പല പഞ്ചായത്ത് കൊണ്ടോട്ടിയിലേക്ക് പ്രശ്നം നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇവിടെയുള്ള പല പഞ്ചായത്തുകളിലും ഇത്തരത്തിലൊരു ലീഗ് കോൺഗ്രസ് പ്രസിഡന്റ് ധാരണ പല സ്ഥലങ്ങളിലും വരുത്തിയിരുന്നു. പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ എന്തായാലും പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയാണ് തർക്കം. കോൺഗ്രസുമായുള്ള ബന്ധം ഉപേക്ഷിക്കുമെന്നാണ് ലീഗ് പറയുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം 4 വർഷം കോൺഗ്രസിനും 1 വർഷം മുസ്ലിം ലീഗിനും എന്നതായിരുന്നു ധാരണ. ഇംതിയാസ് കരീമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.